സംസ്ഥാന ബി.ജെ.പിയിൽ ഫണ്ട് തട്ടിപ്പ് ആരോപണം കൂടുതൽ കടുക്കുകയാണ്. പ്രചരണ ഫണ്ടും തട്ടിച്ചുവെന്ന സൂചനകൾ ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. PR ഏജൻസിക്ക് നേരെയാണ് പരാതി. CPIM ബന്ധമുള്ള ഏജൻസിക്കാണ് കരാർ നൽകിയത് എന്ന ആരോപണവും ശക്തമാണ്. ഇടനില നിന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന ആക്ഷേപവും ഉന്നയിക്കപ്പെടുന്നുണ്ട്. പലയിടത്തും പ്രചാരണം പാതി വഴിയിൽ നിർത്തി എന്ന ആരോപണം കൂടിയുണ്ട് എന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, ഇവിടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലടക്കം ചില മുറുമുറുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നത് കൃത്യമായ ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന PR ഏജൻസി, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്നവർ അത്തരത്തിൽ തന്നെയാണ്. അതൊരു മാധ്യമപ്രവർത്തകയായിരുന്ന ഒരു ഇടത് അനുകൂലമായി പിന്നീട് പല വേദികളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ആളുടെ നേതൃത്വത്തിലായിരുന്നു ഈ PR വർക്ക് നടന്നത് എന്നത് പാർട്ടിക്കകത്ത് തന്നെ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തി സൃഷ്ടിച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഇപ്പോഴിതാ ആ ആരോപണം ബലപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പരാതികൾ അടക്കം ഉയരുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുണാണ് ചേരുന്നത്. അരുൺ, BJPയിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവരം ആദ്യം തന്നെ പ്രേക്ഷകരെ അറിയിച്ചത് News 18 ആയിരുന്നു. അതിൽ തന്നെ ഈ കൊടിയുടെ തുക പോലും അനധികൃതമായി എഴുതിയെടുക്കുന്നു. അതായത് ദേശീയ നേതൃത്വം നൽകിയ സൗജന്യ കൊടിക്ക് പണം ഈടാക്കി എന്ന നിലയിൽ തട്ടിപ്പ് നടത്തി. അങ്ങനെ ഏതാണ്ട് 12 കോടിയോളം വരുന്ന തട്ടിപ്പിൻ്റെ വിവരങ്ങളെല്ലാം നമ്മൾ പല ഘട്ടങ്ങളായി പങ്കുവച്ചതാണ്. ഇപ്പോഴിതാ മറ്റൊരു ആരോപണം ഉയരുന്നത് ഈ PR ഏജൻസിക്ക് നൽകിയിട്ടുള്ള പണവും അതോടൊപ്പം തന്നെ അങ്ങനെ നൽകിയ പണത്തിൽ എത്രത്തോളം മൂല്യവത്തായ പ്രവർത്തനം നടന്നു, അത് BJPയുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് ചേരാത്ത ഏജൻസികളെയാണ് ഏൽപ്പിച്ചത് എന്ന വലിയ വിമർശനം കൂടിയാണല്ലോ ഇപ്പോൾ ഉയർന്നു വരുന്നത്. അരുൺ, തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പണമാണ് BJP തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറക്കിയതെന്ന് വ്യക്തമാണ്. 3 സീറ്റുകൾ ജയിച്ചതിനപ്പുറത്തേക്ക് പലയിടത്തും വലിയ രീതിയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. എന്നാൽ BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നൽകിയ പണത്തിനനുസരിച്ചുള്ള പ്രചരണവും പലയിടങ്ങളിലും ഉണ്ടായില്ല എന്ന വിമർശനമാണ് പാർട്ടിയിൽ ഉയർന്നത്. പലർക്കും കീശ വീർപ്പിക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പിനെ മാറ്റി പ്രചരണത്തിന് വേണ്ടി വലിയ രീതിയിൽ BJP കേന്ദ്ര നേതൃത്വം ഫണ്ട് നൽകിയിരുന്നു. അതൊക്കെ പക്ഷേ പല വഴിക്ക് പലരുടെ പോക്കറ്റുകളിലേക്ക് പോയെന്ന വിമർശനമാണ് ഉയരുന്നത്. ഒരു PR ഏജൻസി അത് ഒരു മുൻ മാധ്യമ പ്രവർത്തകരുടേതാണ്. അവർ നേരത്തെ CPM അനുകൂല മാധ്യമ പ്രവർത്തക അല്ലെങ്കിൽ CPM അനുകൂല നിലപാടുകൾ പലയിടത്തും ഒരു മാധ്യമപ്രവർത്തകർ എടുക്കുന്നതിനപ്പുറത്തേക്ക് ഒരു പരസ്യമായി തന്നെ CPM അനുകൂല നിലപാടെടുത്ത ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് CPM പ്രധാനപ്പെട്ട വേദികളൊക്കെ നൽകിയിട്ടുമുണ്ട് കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തുമൊക്കെ. അങ്ങനെയുള്ള ഒരാളാണ് ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൊക്കെ PR പ്രവർത്തനം നടത്തിയത്, സ്ഥാനാർത്ഥികളുടെ പ്രചരണം നിയന്ത്രിച്ചത്. ഏതാണ്ട് 20ഓളം മണ്ഡലങ്ങളിലെന്നാണ് കണക്ക്. അത് കൃത്യമായ ഒരു കണക്കാണ്, നമുക്ക് പൂർണ്ണമായും ആ രീതിയിൽ പറയാൻ കഴിയും. ഏതായാലും 1 ഡസനിലേറെ മണ്ഡലങ്ങളിൽ അവർ PR പ്രവർത്തനം നടത്തിയിരുന്നു. പലയിടത്തും അത് പാതി വഴിയിൽ ഇട്ടിട്ട് പോയി. കാരണം അവർക്കതിനുള്ള കേപ്പബിലിറ്റി ഇല്ല, അവർക്കതിനുള്ള സംവിധാനങ്ങളില്ല എന്ന് ഈ പ്രചരണം മുന്നേറുമ്പോൾ സ്ഥാനാർത്ഥികൾക്കും അവരുടെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നവർക്കുമൊക്കെ തോന്നിയതിനെ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടാകുകയും ഇവർ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. അത്തരത്തിലൊന്ന് കാസർഗോഡ് BJP സ്ഥാനാർത്ഥിയുടേതായിരുന്നു. അവിടെ 24 ലക്ഷം രൂപയ്ക്കോ മറ്റോ ആണ് കരാർ നൽകിയത്. അത് ഏറെ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് അതിന് കഴിയുന്നില്ല എന്ന് വരികയും പിന്നീട് അവരെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. പിന്നീട് ബംഗളൂരു ആസ്ഥാനമായ ഒരു ഏജൻസിയാണ് ആ PR പ്രവർത്തനം നടത്തിയത്. 30 ലക്ഷം രൂപയ്ക്കാണ് തൃശൂരിൽ പത്മജ വേണുഗോപാലിന് വേണ്ടി ഈ ഏജൻസി കരാറെടുത്തതെന്നാണ് BJP നേതൃത്വം ലഭിക്കുന്ന വിവരം. അവിടെ പക്ഷെ അവർ അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ 15 ലക്ഷം രൂപയ്ക്ക് കരാറെടുത്തു എന്ന വിവരമുണ്ട്. കാട്ടാക്കടയിൽ PK കൃഷ്ണദാസിന് വേണ്ടി 8 ദിവസം മാത്രമാണ് ഈ ഏജൻസി പ്രവർത്തിച്ചത്. 13 ലക്ഷം രൂപ അവർ അവിടെ കൈപ്പറ്റിയിരിക്കുന്നു. അതിലുമൊക്കെ ചില വലിയ വിമർശനങ്ങൾ ഉയർന്നു. കൃഷ്ണദാസിനെ അവിടെ പ്രചരണം നടന്നില്ല എന്ന വിമർശനം ആ ഘട്ടത്തിൽ തന്നെ, വേണ്ട രീതിയിൽ പ്രചരണം നടന്നില്ല എന്ന വിമർശനം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നു. ഈ കൃഷ്ണദാസിനെ ഈ ഏജൻസിയുമായി ബന്ധിപ്പിച്ച വിനീത് മോഹൻ എന്ന ഒരാളുണ്ട്. അയാൾക്കെതിരെയുമൊക്കെ ഒരു വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ, ഡോക്ടർ വിനീത് മോഹൻ, അയാൾക്കെതിരെയുമൊക്കെ ആ ഘട്ടത്തിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നു. ഏതായാലും ആ കരാർ അധികം മുന്നോട്ട് പോയില്ല. വെറും 13 ദിവസത്തിൽ ഒതുങ്ങി അവിടുത്തെ കാട്ടാക്കടയിലെ പ്രചരണം. കരുനാഗപ്പള്ളിയിൽ അതേ രീതിയിൽ അവർ പ്രചരണം ഏറ്റെടുത്തു. ശങ്കുട്ടിദാസിന്റെയും മേജർ രവിയുടെയും ഒക്കെ പ്രചരണങ്ങൾ ഇതേ ഏജൻസി തന്നെയാണ് ചെയ്തത്. ഇതിൽ പലയിടത്തും ഇവർ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട്, പലയിടത്തും അത് വിജയിച്ചിട്ടില്ല. അതാണ് വിമർശനത്തിന് ഇടയാക്കിയത്. ഇവരെ ഈ BJPയുടെ ഇതുമായി ബന്ധിപ്പിക്കുന്ന തന്നെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എന്നുള്ളതാണ്. മലബാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇവരെ, ഈ ഏജൻസിയെ BJPയുടെ സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിനുമായി ബന്ധിപ്പിച്ചത്. ഇദ്ദേഹം നേരത്തെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ PR ചെയ്തതും ഇതേ ഏജൻസിയായിരുന്നു. ആ ബന്ധം വെച്ച് ഈ ജനറൽ സെക്രട്ടറി മുൻകൈയെടുത്താണ് ഇവരെ
മറ്റു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറക്കിയതെന്ന വിമർശനമാണ് തീർച്ചയായും അത് അങ്ങേറ്റം കൗതുകകരമാണല്ലോ അരുൺ. ഇപ്പോൾ നമുക്കറിയാം ഒരു കാലഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ ഈ PR ഏജൻസികൾക്ക് പിന്നിൽ ആര് എന്നതൊക്കെ പരസ്യമായി അറിയാത്ത സാഹചര്യം ഉണ്ടാകാം. ഇപ്പോൾ കൃത്യമായി അതായത് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നതും നടത്തുന്നതും പല പോളിസികൾ, പ്രചാരണ രീതികൾ ഇതൊക്കെ നിശ്ചയിക്കുന്നത് PR ഏജൻസികളാണ്. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോൾ അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് നമുക്കറിയാം. അവിടെയാണല്ലോ അരുൺ ഈ സൂചിപ്പിക്കുന്ന പോലെ കൃത്യമായ ഇടത് നിലപാടും ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഈ ഏജൻസിയുടെ പ്രധാന പ്രവർത്തക അവർ RSSനെയും BJPയും ഒക്കെ എവിടെയൊക്കെ ലഭിക്കുന്ന അവസരങ്ങളിലും അത്രമേൽ വിമർശിക്കുന്ന ആൾ കൂടിയാണ്. അങ്ങനെയൊരു ആളുടെ നിയന്ത്രണത്തിലുള്ള ഏജൻസിക്കാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുമതല നൽകിയത് എന്നതാണല്ലോ കൗതുകകരം. തീർച്ചയായിട്ടും CPM തന്നെ പലപ്പോഴും ആദ്യമൊക്കെ ഇവർ വരുമ്പോൾ CPM എന്ന തരത്തിൽ അവർ പലപ്പോഴും അവരെ ആഘോഷിച്ചു, പല വേദികൾ നൽകി ആഘോഷിച്ചു. പക്ഷെ പിന്നീട് അതിൽ തന്നെ വലിയ വ്യത്യസ്ത അഭിപ്രായമുള്ളവരുണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇവരെ പരമാവധി പ്രൊമോട്ട് ചെയ്തത്. അപ്പുറത്തേക്ക് ഇവർക്ക് CPM പശ്ചാത്തലമില്ല എന്ന വിമർശനം CPM ത്തിൽ ഉയർന്നത്. പതിയെ CPM അവരെ അങ്ങ് ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങി. ആ സമയത്താണ് അവർ BJP കേന്ദ്രങ്ങളുമായി അടുക്കുന്നത്. അവിടെയും ഇത്തരത്തിൽ BJP ബന്ധമില്ല, എന്നിട്ടും എന്തിന് ഇവർക്ക് കരാർ കൊടുത്തു എന്ന ചിന്തയൊക്കെ ഉണ്ടായി. നമുക്കറിയാം ഏറെ ശക്തമായ പോരാട്ടം നടന്ന വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഷാഫി പറമ്പിലും അതുപോലെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പ്. അവിടെ KK ശൈലജയ്ക്ക് വേണ്ടി PR പണി ചെയ്തതും ഇതേ ഏജൻസിയാണ്. അവിടെ ഉണ്ടായ കോലാഹലങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവിടെ നിന്നാണ് ആദ്യം ഒരു BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം ഏറ്റെടുക്കുന്നു. അവിടെ നിന്ന് KK ശൈലജയിലേക്ക് എത്തുന്നു. അതിനുശേഷമാണ് ഇത്രയധികം BJP സ്ഥാനാർത്ഥികളുടെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്രയധികം BJP സ്ഥാനാർത്ഥികളുടെ PR ഏജന്റായി ഇവർ മാറുന്നത്. അന്ന് തന്നെ ചില ആളുകൾ ഇത് സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് CPMന്റെ പശ്ചാത്തലമുള്ള CPM അനുഭാവി എന്ന് പൊതുവെ അറിയപ്പെടുന്ന അത്തരം ഒരാൾ എങ്ങനെയാണ് KK ശൈലജയുടെ PR ജോലി ചെയ്ത ആൾ എങ്ങനെയാണ് ഈ ഒരു കരാറിലേക്ക് ഇങ്ങനെ എത്തുന്ന ചോദ്യം അന്ന് തന്നെ BJP കേന്ദ്രങ്ങൾ ഉയർന്നു. കാട്ടാക്കടയിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നതാണ്. അവിടെ ഒന്നും നടന്നില്ല എന്ന് വിമർശനം ഉയർന്നു. ഏതായാലും ഇതും കേവലം ഈ PR ഏജൻസിക്ക് ലക്ഷക്കണക്കിന് നമ്മൾ ചുരുക്കി പറയുന്നതാണ്. നേതാക്കളൊക്കെ പറഞ്ഞത് കോടികളുടെ കണക്കാണ്. പക്ഷെ നമുക്ക് അതിനൊന്നും തെളിവില്ല. അതുകൊണ്ട് നമ്മൾ ഏതായാലും ലക്ഷങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അത്രയും തുക അവിടെ ചെലവാക്കിയിട്ടില്ല. ഇത് ഈ PR ഏജൻസി മാത്രം വെട്ടിയതാണോ അല്ലെങ്കിൽ ഇവരെ കൊണ്ടുവന്ന ഇടനില നിന്ന നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന സംശയമൊക്കെയാണ് BJPയിൽ ഉയരുന്നത്. സമഗ്രമായ ഒരു അന്വേഷണം BJPയിൽ ഉണ്ടാകും. ഇപ്പോൾ തന്നെ സംസ്ഥാന അധ്യക്ഷ നിർദ്ദേശപ്രകാരം കുമ്മനം രാജശേഖരനും സംസ്ഥാന ട്രഷറർ കൃഷ്ണദാസും അതുപോലെ PK കൃഷ്ണദാസും ഒക്കെ അടങ്ങിയ സമിതി നേരത്തെ പരിശോധിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്ക് കേന്ദ്ര ഓഡിറ്റിന്റെ ടീമിന്റെ ഓഡിറ്റ് പരിശോധനകൾ ഉണ്ടാകും. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന കണക്കുകൾ തന്നെയാണ് പലതുമായി ബന്ധപ്പെട്ട്. ആദ്യം കൊടിയെങ്കിൽ ഇപ്പോൾ PR, പിന്നീട് ഹെലികോപ്റ്റർ, അങ്ങനെ പലയിടത്തും വലിയ രീതിയിലുള്ള പണം ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയെന്ന കാര്യത്തിലൊക്കെ BJP സമഗ്രമായ അന്വേഷണം നടത്തും. 16-ാം തീയതിയോടുകൂടി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. 18-ാം തീയതി കോർ കമ്മിറ്റി യോഗം ചേരാനും സാധ്യതയുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ ഈ വാർത്ത കേൾക്കുന്ന പ്രേക്ഷകർക്ക് തോന്നാം, അതായത് PR ഏജൻസിയെ നിശ്ചയിക്കുക എന്നത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാതന്ത്ര്യമല്ലേ എന്നത്. തീർച്ചയായും അതെ, അവർ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ടത് CPIMനെ ഏറ്റവും കൂടുതൽ അനുകൂലിക്കുകയും CPIM വേദികളിൽ നിരന്തര സാന്നിധ്യമായി മാറുകയും അതേസമയം തന്നെ സംഘപരിവാർ നിലപാടുകൾ, BJP നിലപാടുകൾ, RSS നിലപാടുകൾ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ട് വേദികളിൽ കയ്യടി നേടിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കീഴിലുള്ള PR ഏജൻസിയിലേക്ക് എന്തുകൊണ്ട് BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതല ഏൽപ്പിച്ചു? അവിടെ ഒരു അസ്വാഭാവികത ഉണ്ട്, അതിൽ പരാതിയുണ്ട് BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും എന്നത് തന്നെയാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.